കഴിഞ്ഞ തവണ സെർജ് ഓഫ് എർബാപുരയുടെ റിവ്യൂ ചെയ്തിരുന്നു. എർബാപുര എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പലർക്കും മനസ്സിലാവില്ല. മാർക്കോ സിനിമയിൽ വില്ലൻ യൂസ് ചെയ്ത പെർഫ്യൂമാണ് സെർജ് ഓഫ് എർബാപുര. അതിൻ്റെ അതുമായി വളരെ ചേർന്ന് നിൽക്കുന്ന ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു ക്ലോണാണ് അൽ ഹരാമീൻ ആംബർ ഊത്ത് ഗോൾഡ് എഡിഷൻ. സെർജ് ഓഫ് എർബാപുരയുടെ ഒരു ക്ലോണാണ്. അപ്പോൾ ആ വീഡിയോ ചെയ്തതിന് ശേഷം ഈ ഒരു പെർഫ്യൂം എർബാപുര 14,000 മുകളിലാണ് അതിൻ്റെ വില വരുന്നത്. അപ്പോൾ അത്രയും രൂപ മുടക്കി വാങ്ങാൻ പറ്റാത്തവർ ഇതിന് തത്തുല്യമായിട്ടുള്ള ഒരു ക്ലോൺ ഉണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെയാണ് ഈ ഒരു പെർഫ്യൂം റിവ്യൂ ചെയ്യാൻ ഞാൻ ആഗ്രഹിച്ചത്. അപ്പോൾ ആദ്യം തന്നെ ബോക്സ് ഡിസൈൻ സിമ്പിളായിട്ടുള്ളൊരു ബോക്സ് ഡിസൈനാണ്. ഇവിടെ ഗോൾഡൻ ഫിനിഷിങ് കൊടുത്തിട്ട് ഹരാമീൻ ആംബർ ഊത് കൊടുത്തിട്ടുണ്ട്. തൊട്ട് താഴെ ഗോൾഡ് എഡിഷൻ. ഊത് എന്നുള്ള പേര് കണ്ടിട്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. ഊതുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഈ ഒരു പെർഫ്യൂമിന്. ഞാൻ പറഞ്ഞതുപോലെ എർബാപുരയുടെ ക്ലോണാണ്. പിറകിൽ ബാച്ച് കോഡിൽ കാര്യങ്ങൾ കാണാം. AHP1049 ആണ് ബാച്ച് കോഡ്. മെയ്ഡ് ഇൻ UAE. സൈഡിൽ വേറൊന്നുമില്ല. ഉള്ളിലാണ് ബോട്ടിൽ. ഇതിൻ്റെ സൈസ് 120 ml. EDP കോൺസെൻട്രേഷൻ തന്നെ ആവണം. EDP അല്ലെങ്കിൽ എക്സ്ട്രാക്ട് വെർഷൻ ആയിരിക്കും. ഓക്കെ, EDP തന്നെയാണ്. 120 ml. ബോട്ടിൽ ഡിസൈൻ അത്യാവശ്യം വെയിറ്റ് ഉള്ള ഒരു ബോട്ടിൽ തന്നെയാണ്. ഭാരമുണ്ട്. ഇവിടെ മെറ്റൽ ഫിനിഷിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ക്യാപ്പും അതുപോലെ തന്നെ തിക്കായിട്ടുള്ള ഗ്ലാസിൻ്റെ കട്ടിയുണ്ടല്ലേ, നല്ല ഭാരമുള്ളൊരു ബോട്ടിൽ ഡിസൈൻ. ക്യാപ്പിലും അത്യാവശ്യം ഭാരമുണ്ട്. ഇത്രയാണ് ബോട്ടിൽ ഡിസൈനെ കുറിച്ച് പറയാനുള്ളത്. ബോക്സിനെ കുറിച്ചും പറയാനുള്ളത്. ട്രൈ ചെയ്ത് നോക്കാം. എർബാപുരയെ കുറിച്ച് പറഞ്ഞ് എർബാപുര ഞാൻ അന്ന് റിവ്യൂ ചെയ്തപ്പോൾ പറഞ്ഞിരുന്നത് ഒരു ഫ്രൂട്ടി സ്മെല്ല. കൂടുതലൊന്നും പറയാനില്ല, വലിച്ചു നീട്ടാൻ ആഗ്രഹിക്കുന്നില്ല. ഓൾറെഡി പറഞ്ഞു വെച്ച റിവ്യൂ തന്നെയാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാനിത് കുറച്ച് ദിവസം ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. വെറുതെ ജ്യൂസ് പാഴാക്കുന്നില്ല. ഇത് എക്സാക്ട് സെർജ് ഓഫ് എർബാപുരയുടെ മണം തന്നെയാണ്. യാതൊരു വ്യത്യാസവും എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ തീർച്ചയായും നമ്മൾ ഏതൊരു പെർഫ്യൂം എടുത്തു വെച്ചിട്ട് ഒറിജിനലും അതിലെ ക്ലോണും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പുറത്തും ഇപ്പുറത്തും അടിച്ചിട്ട് സ്മെൽ ചെയ്യുമ്പോൾ മൈന്യൂട്ടായിട്ടുള്ള ഡിഫറൻസ് അറിയാൻ പറ്റും. പക്ഷെ അതൊരിക്കലും നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നതല്ല. അതുപോലെ തന്നെ അൽ ഹരാമീൻ ആംബർ ഊദിൻ്റെ കാര്യം പറയുമ്പോൾ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അത്രയ്ക്ക് ആക്യുറേറ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളിത് അടിച്ചിട്ട് പോയി കഴിഞ്ഞാൽ സെർജ് ഓഫ് എർബാപുര യൂസ് ചെയ്യുന്ന ഒരാൾ പറയും നിങ്ങളിന്ന് സെർജ് ഓഫ് അടിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കും. ആ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കറക്റ്റ് അതിൻ്റെ അതേ മണം തന്നെയാണ്. ഓപ്പണിങ്ങിൽ ഒരു സിട്രസ് നോട്ട് വന്നിട്ട് പിന്നെ കൂടുതലും സ്വീറ്റ് ആയിട്ടുള്ള സമ്മർ ഫ്രൂട്ട്സ് ഞാൻ പറഞ്ഞില്ലേ, വാട്ടർമെലൺ, പൈനാപ്പിൾ, ഷമാം, പേരയ്ക്ക, അങ്ങനെ എല്ലാവിധ സമ്മർ ഫ്രൂട്ട്സ്, വേനൽക്കാലത്ത് വിളയുന്ന ഫ്രൂട്ട്സിൻ്റെ ഒക്കെ ഒരു മണമാണ് ഇതിന്. ഒരു ട്രോപ്പിക്കൽ, എനിക്കൊരു ബ്രസീൽ, കോസ്റ്ററിക്ക ആ ഒരു വൈബാണ് ഈ ഒരു പെർഫ്യൂം കിട്ടുന്നത്. ഇത് ഏത് കാലാവസ്ഥയിലും ഏത് ഒക്കേഷനിലും അടിക്കാം. വളരെ വേഴ്സറ്റൈൽ ആയിട്ടുള്ള ഒരു പെർഫ്യൂമാണ്. കോളേജിൽ പോകുമ്പോൾ യൂസ് ചെയ്യാം, പാർട്ടിക്ക് പോകുമ്പോൾ യൂസ് ചെയ്യാം, പുറത്ത് വെയിലത്ത് പോകുമ്പോൾ അടിക്കാം. അങ്ങനെ ഏത് സാഹചര്യത്തിലും എപ്പോൾ വേണമെങ്കിലും അടിക്കാം. ട്രൈ ചെയ്തിട്ട് എനിക്ക് സെർജ് ഓഫ് എർബാപുരയുടെ അതേ മണം തന്നെയാണ് കിട്ടുന്നത്. രണ്ടും അടിച്ചിട്ട് രണ്ടും സെയിം തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. ഓപ്പണിങ്ങിലും മിഡിൽ നോട്ടിലും ബേസ് നോട്ടിലൊക്കെ സെയിം തന്നെയാണ്. അല്പം ഒരു പൊടിക്ക് സിന്തറ്റിക് ഉണ്ടോ എന്ന് ചെറിയൊരു തോന്നൽ, അതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. പക്ഷേ എങ്കിലും ഞാനതൊന്നും വകവയ്ക്കുന്നില്ല. കാരണം എർബാപുര വാങ്ങാൻ പറ്റാത്തവർക്ക് തീർച്ചയായും വാങ്ങാൻ പറ്റുന്ന ഒരു പെർഫ്യൂമാണ് ഈ ഒരു പെർഫ്യൂം. ഇത് പെർഫോമൻസ് കാര്യങ്ങളും പറയുകയാണെങ്കിൽ പെർഫോമൻസ് എർബാപുര എത്ര നേരം നിൽക്കുന്നോ അതുപോലെ തന്നെയാണ് ഇത് നിൽക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും യാതൊരു വ്യത്യാസമില്ല. പ്രൊജക്ഷൻ്റെ കാര്യത്തിലാണെങ്കിലും ലോങ്ജിവിറ്റിയുടെ കാര്യത്തിലാണെങ്കിലും രണ്ടും സെയിം തന്നെയാണ്. പ്രകടമായ വ്യത്യാസമൊന്നും ഞാൻ കാണുന്നില്ല. അപ്പോൾ ഇത്രയാണ് ഈ പെർഫ്യൂമിനെ കുറിച്ച്. അപ്പോൾ അത് 2 കൂട്ടർക്ക് യൂസ് ചെയ്യാം കേട്ടോ. അത് ബോയ്സിനും ഗേൾസിനും യൂസ് ചെയ്യാം. ഏജ് ലിമിറ്റ് ഒന്നുമില്ല, ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഈ ഒരു ഫ്രൂട്ടി സ്മെൽ ഇഷ്ടപ്പെടുന്നവർക്ക് വാങ്ങാൻ പറ്റുന്ന നല്ലൊരു പെർഫ്യൂമാണ് ഈ ഒരു പെർഫ്യൂം. അപ്പോൾ ഇതിൻ്റെ വില വരുന്നത് 120 ml ഏകദേശം 5,500 രൂപ അടുപ്പിച്ചാണ് വില വരുന്നത്. അത്രയും ആയിട്ടുണ്ട് ഇതിന്. ഇത്രയാണ് ഈ ഒരു പെർഫ്യൂമിനെ കുറിച്ച് പറയാനുള്ളത്. ആരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അഭിപ്രായം കമൻറ്റിൽ പറയാം. താങ്ക്സ് സോ മച്ച്.